അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയ്യ എന്ന ഗ്രന്ഥത്തിലെ ഹദീസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മുടേത് 12ാമത്തെ ഹദീസാണ്. ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعنيه حديث حسن ورواه الترمذي وغيره هكذا. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. ഇസ്ലാം ദീനിൻ്റെ മുഴുവൻ അദബുകളും ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. ഇസ്ലാം ദീൻ മൊത്തത്തിലെടുത്താൽ അതിൻ്റെ 1/4 ഭാഗം, പകുതി ഭാഗം ഈ ഹദീസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അബ്ദുള്ള അബു മുഹമ്മദ് അബി സൈദ് അൽ ഖൈറുവാനി അൽ മാലിക്കി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റാബ്ദം 386 മരണപ്പെട്ട മഹാരഥനാണ്. അദ്ദേഹം അദബുകൾ സമ്മേളിച്ച 4 ഹദീസുകൾ എണ്ണുകയുണ്ടായി. ഈ 4 ഹദീസുകളിൽ ഇസ്ലാമിൻ്റെ എല്ലാ അദബുകളും ഒത്തിണങ്ങി എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വരം. ഒന്നാമത്തേത് നമ്മുടെ ഈ ഹദീസ്. രണ്ടാമത്തേത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ എന്ന ഹദീസ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയ്യത്ത് ചോദിച്ചപ്പോൾ ലാ തഗ്ദബ് എന്ന് പറഞ്ഞ ഹദീസ്. നാലാമത്തേത് അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന ഹദീസ്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ സ്ഥാനവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കാനാണ് ഇക്കാര്യം ഉണർത്തിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമ്മൾ മുമ്പ് 2 ഹദീസുകളിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു വ്യക്തിയുടെ ഇസ്ലാമിൻ്റെ ജമാലും കമാലും, സൗന്ദര്യവും പൂർണ്ണതയും അതിൽപ്പെട്ടതാണ്. മിൻ എന്ന് പറഞ്ഞാൽ തബഈദിയ എന്ന് പറയും, ചിലത് എന്ന ആശയം ദ്യോതിപ്പിക്കാൻ. ഇവിടെ മർ എന്ന് പ്രയോഗിച്ചു. മർ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന ഉദ്ദേശത്തിലാണ്. മർ ഉൻ, മർ അത്തുൻ, മർ ഉൻ അവിടെ പുരുഷൻ, മർ അത്തുൻ സ്ത്രീ, ഇവിടെ വ്യക്തി എന്ന അർത്ഥത്തിൽ. ആണാകട്ടെ പെണ്ണാകട്ടെ, അയാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽ, സൗന്ദര്യത്തിൽ, അതേപോലെ നന്മയിൽ, മേന്മയിൽ ഉൾപ്പെട്ടതാണ് തർക്കുഹു, അയാൾ ഒഴിവാക്കുക എന്നുള്ളത്. എന്തൊഴിവാക്കുക? മാ ലാ യഅനീഹി, തന്നെ ബാധിക്കാത്തത്, തൻ്റെ കാര്യങ്ങളുമായി ആവശ്യങ്ങളുമായി ബന്ധപ്പെടാത്തത്, തന്നെ പ്രശ്നമാക്കാത്തത്. അപ്പോൾ തനിക്ക് ബാധകമാകാത്ത, തന്നെ പ്രശ്നമാക്കാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കൽ ഒരാളുടെ ഇസ്ലാമിൻ്റെ പൂർണ്ണതക്കും സൗന്ദര്യത്തിനും മേന്മക്കും ഗുണത്തിനും ഉപകാരപ്പെടുന്ന ഫലപ്രദമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത്. നമ്മുടെ ദീൻ, അതിൻ്റെ അടിസ്ഥാന അനിവാര്യ വശങ്ങളുണ്ട്, അതിനെ മാറ്റുകൂട്ടുന്ന മികവേറ്റുന്ന കാര്യങ്ങളുണ്ട്. ഫൻ തഅബുദല്ലാഹ്, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളത് അടിസ്ഥാനമാണ്. എന്നാൽ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്നുള്ളത് അടിസ്ഥാനപരമായി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതിനെ മികവേറ്റുന്ന, അതിന് സൗന്ദര്യം പകരുന്ന, അതിന് പൂർണ്ണത കൈവരിക്കുന്ന, അതിന് ഗുണവും മേന്മയും കൂട്ടുന്ന കാര്യമാണ്. ഇവിടെ ഈ ഹദീസ് ആ ഒരു കാര്യം നമ്മളോട് ഉണർത്തുകയാണ്. ഒരു തികഞ്ഞ മാനദണ്ഡവും അളവുകോലുമാണ് ഈ ഹദീസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എന്ത് കൊള്ളണം, എന്ത് തള്ളണം, എന്ത് പ്രാവർത്തികമാക്കണം, എന്ത് പ്രാവർത്തികമാക്കാതിരിക്കണം, അതിനുള്ള ഒരളവുകോലാണ് ഈ ഹദീസ്. ഈ ഹദീസ് അതിന് മഫ്ഹൂമുമുണ്ട്, അതിന് മന്തൂക്കുമുണ്ട്. തന്നെ പ്രശ്നമാക്കാത്തത് ഉപേക്ഷിക്കൽ എന്നത് ഈ ഹദീസിൻ്റെ മഫ്ഹൂമാണ്. തന്നെ പ്രശ്നമാക്കാത്തതൊക്കെ വെടിയണം, ഉപേക്ഷിക്കണം എന്നത്. അപ്പോൾ അതിൻ്റെ മന്തൂക്ക് എന്താണ്? ഫിഉലുമായി അനീഹി, തന്നെ ബാധിക്കുന്നതൊക്കെ ചെയ്യണം, പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. വാക്കുകളും പ്രവൃത്തികളും, അതിൽ ഒരു വ്യക്തി തനിക്ക് ഉപകാരപ്രദമായത് എന്ത് എന്നത് നോക്കേണ്ടതുണ്ട്. അതാണ് അടിസ്ഥാനം. ദീനിൽ, ശരീരത്തിൽ, സമ്പത്തിൽ, അഭിമാനത്തിൽ, ബുദ്ധിയിൽ ഒക്കെ തനിക്ക് ഫലപ്രദമാകുന്നതെന്ത്, ഗുണപ്രദമാകുന്നതെന്ത്, തനിക്ക് ഫലപ്രദമാകുന്നതും ഗുണപ്രദമാകുന്നതും തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അത് ചെയ്തോളണം. എന്നാൽ തനിക്ക്
ഫലപ്പെടാത്തത്, ഗുണപ്പെടാത്തത്, അത് തനിക്ക് ബാധകമാകാത്തതാണ്, തന്നെ ബാധിക്കാത്തതാണ്, അത് വെടിയണം എന്നുള്ളതാണ്. അപ്പോൾ ദീൻ മനസ്സിലാക്കൽ, ദീൻ പ്രവർത്തിക്കൽ, അത് ഫലപ്രദമാണ്, ഗുണപ്രദമാണ്, അത് ചെയ്യണം. എന്നാൽ ദീനിൽ തനിക്ക് ഗുണകരമാകാത്തത് എന്താണോ അതൊരാൾ വെടിയണം. ശരീരത്തെ സംരക്ഷിക്കുവാൻ, പോഷിപ്പിക്കുവാൻ ഫലപ്രദമായതെന്തോ അതൊരാൾ പ്രവർത്തിക്കണം. ശരീരത്തിന് സംരക്ഷണത്തിനും പോഷണത്തിനും ഫലപ്രദമാകാത്തത് എന്താണോ അതൊരാൾ വെടിയണം. സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, സമൃദ്ധിയിൽ വളരണം. അതിന് ചെയ്യേണ്ടതെന്തോ, അതിൽ തനിക്ക് ഫലപ്രദമായതെന്തോ അതൊരാൾ ചെയ്യണം. വിനകരമായതെന്തോ അതൊരാൾ വെടിയണം. അഭിമാനത്തിൻ്റെ വിഷയവും ബുദ്ധിയുടെ വിഷയവുമൊക്കെ അങ്ങനെയാണ്. അഭിമാനത്തെ സംരക്ഷിക്കാൻ അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്, തനിക്ക് ഉപകാരപ്രദമായ വിഷയമാണ്, അതൊരാൾ ചെയ്യണം. എന്നാൽ അഭിമാനത്തിന് ഹാനികരമാകുന്ന, അപകടകരമാകുന്ന കാര്യം അത് തനിക്ക് ഉപകാരപ്പെടാത്തതാണ്, ഫലപ്രദമാകാത്തതാണ്, തന്നെ പ്രയാസപ്പെടുന്നതാണ് എങ്കിൽ അയാൾ വെടിയണം, ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ രാത്രി സമയം വന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സംസാരിക്കുന്ന 2 പേർ കണ്ടു. അവർ പെട്ടെന്ന് അവിടെ വിടുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ റിസ്ലികുമാ ഇന്നഹാ സഫിയ്യതു, അവരോട് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഇത് സഫിയയാണ് എന്ന് പറഞ്ഞു, തൻ്റെ ഭാര്യയാണ് എന്നുള്ളത് ഉണർത്തി. അതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, ആ 2 ആളുകളുടെ ആദർശം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുമാണ്. അവർ പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മോശം വിചാരിച്ചാലോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇക്കാര്യം ഉണർത്തി. പിന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മോശം വിചാരിച്ചാൽ അത് അവരുടെ ആദർശം പണയപ്പെടും. അതുകൊണ്ട് അവരുടെ ആദർശം സംരക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാരം ഉണർത്തുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തി എപ്പോഴും നോക്കണം തനിക്ക് ഫലപ്രദമായത്, ഗുണപ്രദമായത് എന്താണ് എന്നത്. ദീനിൽ, ശരീരത്തിൽ, സമ്പത്തിൽ, അഭിമാനത്തിൽ, ബുദ്ധിയിലൊക്കെ അതയാൾ പ്രാവർത്തികമാക്കണം. ഫലപ്രദമാകാത്തതാണോ, ഗുണപ്രദമാകാത്തതാകണോ എങ്കിൽ അയാൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും മാറുകയും ചെയ്യണം എന്നുള്ളതാണ്. ഒരാൾ സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിലാകട്ടെ, വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, ഒക്കെയും ഈ ഹദീസിനെ പുലർത്തിയിരുന്നുവെങ്കിൽ, പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ ജീവിതം വ്യവസ്ഥാപിതമാകുമായിരുന്നു. എല്ലാം ഫലപ്പെടുകയും ഗുണപ്പെടുകയും ചെയ്യുമായിരുന്നു, കൃത്യമാകുമായിരുന്നു. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഇടപെട്ടുള്ള സംസാരങ്ങളും പ്രവൃത്തികളുമൊക്കെയാണ് ബന്ധങ്ങളെ കേടാക്കുന്നത്, വ്യവസ്ഥാപിതമായതിനെ അലങ്കോലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാരഥൻ ആളുകൾക്ക് വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സിൽ ഒരു വ്യക്തി ആഗതമായ ചരിത്രമുണ്ട്. ആ വ്യക്തി ലുഖ്മാനുൽ ഹക്കീമിനോട് വിജ്ഞാനം പകരുന്ന സമയം ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു അടിമയായിരുന്നില്ലേ? നിങ്ങൾ ഒരു ആട്ടിടയനായിരുന്നില്ലേ? അപ്പോൾ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം പറയുകയാണ്, അതെ, അദ്ദേഹം ഒരു കറുത്ത അടിമയായിരുന്നു, പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ച ആളാണ്, അദ്ദേഹം ഒരു ഇടയനായിരുന്നു. അപ്പോൾ അതാണ് ഈ ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. പിന്നീട് ചോദിക്കുന്നത്, മാ ബലഗ ബിക മാ അറ അൽ ആൻ, ഇപ്പോൾ നിങ്ങൾ ആളുകൾക്ക് തത്വജ്ഞാനം വിളമ്പുന്ന, സാരോപദേശം പകരുന്ന, ഉപമകളെ അവതരിപ്പിക്കുന്ന ഒരു സുന്ദര വാഗ്മിയും അനുഗ്രഹീതനുമാണ്. ഈ ഒരു പദവി നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ലുഖ്മാനുൽ ഹക്കീം പറഞ്ഞ മറുപടി, ഒന്ന് ഖദറുള്ള, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. 2 സിദ്ഖുൽ ഹദീസ്, സംസാരത്തിൽ ഞാൻ പുലർത്തിയ സത്യസന്ധതയാണ്. 3-മത്തേത് അദ്മു ദുഖൂലി ഫീമാ ലാ യഅനീനി, എന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ ഞാൻ ഇടപെടാതിരുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഹിക്മത്ത് അരുളപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഹിക്മത്ത് നൽകപ്പെട്ടവർക്ക് ധാരാളം നന്മകൾ നൽകപ്പെട്ടു എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഉണർത്തിയതും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ഹദീസ്, അതിൻ്റെ പാഠം വളരെ മഹനീയമാണ്. ഒരു ഹദീസിൽ ഇന്ന മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ ഖില്ലത്തുൽ കലാം ഫീമാ ലാ യഅനീഹി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ സുന്ദരമാക്കുന്ന, പൂർണ്ണമാക്കുന്ന, അലങ്കൃതമാക്കുന്ന, മേന്മയേറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ സംസാരം കുറക്കുക എന്നത്. അങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നി മുതാഉൻ ഫീ ഖൗമി ഫമാ ആമുറുഹും, റസൂലെ, ഞാൻ എൻ്റെ ജനതയിൽ അനുസരിക്കപ്പെടുന്ന ഒരു നേതാവാണ്, ഞാൻ അവരോട് എന്ത് കൽപ്പിക്കണം? തിരുദൂതർ പ്രതികരിച്ചത്,
മുർഹും ബി ഇഫ്ഷാ ഇസ്സലാം വഖില്ലത്തിൽ കലാം ഇല്ലാ ഫീമാ യഅനീഹിം. അവരോട് കൽപ്പിക്കേണ്ടത് സലാം വ്യാപിപ്പിക്കുവാൻ, തങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളിൽ സംസാരം പരിമിതപ്പെടുത്താൻ, കുറക്കാൻ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകളിൽ പറയപ്പെട്ട ചില പൊരുളുകളും യുക്തികളുമുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു തിരുദൂതരിൽ നിന്ന് അതിൽ ചിലത് ഉദ്ധരിച്ചപ്പോൾ ഇപ്രകാരം നമുക്ക് വായിക്കാം. വഅലൽ ആഖിലി മാലം യകുൻ മഗ്ലൂബൻ അലാ അഖ്ലിഹി അൻ തകൂന ലഹു സഅത്ത്. ബുദ്ധിമാൻ അയാളുടെ ബുദ്ധി പോയിട്ടില്ല എങ്കിൽ, ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചില്ല എങ്കിൽ അയാൾക്ക് ചില സമയങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. സഅത്തുൻ യുനാജി ഫിഹാ റബ്ബഹു, അള്ളാഹിനോട് സംസാരിക്കുവാനുള്ള സമയം. വസാഅത്തു യുഹാസിബു ഫിഹാ നഫ്സഹു, സ്വന്തം നഫ്സിനെ വിചാരണ നടത്തുവാനുള്ള സമയം. വസാഅത്തു യതഫക്കറു ഫിഹാ ഫീ സുൻഇല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുവാനുള്ള സമയം. വസാഅത്തു യഖ്ലു ഫിഹാ ലിഹാജതിഹി മിനൽ മത്അമി വൽ മശ്റബ്, ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി തൻ്റെ ആവശ്യം നിർവഹിക്കാനുള്ള സമയം. എന്നിട്ട് അതിൽ തുടർന്ന് പറയുന്നത് വഅലൽ ആഖിലി അൻ യകൂന ദാഇനൻ ഇല്ലാ ലി സലാസ്. ബുദ്ധിമാൻ 3 കാര്യങ്ങൾക്കേ സഞ്ചരിക്കാവൂ. ഒന്ന് തസവ്വുദുൽ മആദ്, പാരത്രിക ലോകത്തിനുള്ള പാതയം ഒരുക്കുന്നതിന് വേണ്ടി. ഔ ഹിർഫത്തുൽ മആഷ്, ഭൗതിക ജീവിതത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ട്. ഔ ലദ്ദത്തിൻ ഫി ഗൈരി മുഹറം, അനുവദനീയമായ ആസ്വാദനങ്ങൾ, സുഖങ്ങൾ തേടിക്കൊണ്ട്. തുടർന്ന് പറയുന്ന കാര്യങ്ങളിൽ വഅലൽ ആഖിലി അൻ യകൂന ബസീറൻ ബി സമാനിഹി, ബുദ്ധിമാൻ തൻ്റെ കാലത്തിൽ, സമയത്തിൽ ഉൾക്കാഴ്ചയുള്ളവനാകണം. മുഖ്ബിലൻ അലാ ശഅനിഹി ഹാഫിദൻ ലിസാനിഹി, തൻ്റെ കാര്യങ്ങളിൽ മുന്നിട്ട് നാവിനെ സൂക്ഷിച്ച്. വമൻ ഹസബ കലാമുഹു മിൻ അമലിഹി ഖല്ല കലാമുഹു ഇല്ലാ ഫീമാ യഅനീഹ്, ഒരാൾ തൻ്റെ കർമ്മങ്ങളിൽ സംസാരത്തെ വിചാരണ ചെയ്താൽ തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങളിൽ അയാൾ സംസാരം പരിമിതപ്പെടുത്തും, കുറക്കും എന്നൊക്കെ ആ ഏടുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് ഫലപ്രദമാകാത്ത, ഉപകാരപ്പെടാത്ത, ഗുണപ്പെടാത്ത കാര്യങ്ങളിൽ താൻ ഇടപെടുക എന്നുള്ളത്, പ്രവൃത്തിയാകട്ടെ സംസാരമാകട്ടെ. സംസാരമാണ് പലപ്പോഴും വരിക. പല വിഷയങ്ങളും പ്രയാസപ്പെടാൻ സംസാരമാണ് കാരണമാവുക. അതുകൊണ്ടാണ് സംസാരത്തിൻ്റെ വിഷയത്തിലുള്ള ചില അസറുകൾ ഇവിടെ പ്രത്യേകം ഉദ്ധരിച്ചത്. ഇവിടെ ഈ ഹദീസിൽ തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങളെ വെടിയുക എന്ന് പറയുമ്പോൾ, തന്നെ ബാധിക്കാത്തത് എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരമോ അഭിരുചി പ്രകാരമോ തീരുമാനിക്കപ്പെടേണ്ടതും നിർവചിക്കപ്പെടേണ്ടതും അല്ല. പ്രത്യുത അത് ഇസ്ലാമിക വീക്ഷണകോണിലൂടെ, പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിയും അളന്നുമാണ് തീരുമാനിക്കേണ്ടത്. അനിവാര്യമായും ഇടപെടേണ്ടുന്ന ഇസ്ലാമികമായ തേട്ടമുള്ള കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളിൽ അതെന്നെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് തടിസലാമത്താക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു തിന്മ ചെയ്യുന്നത് കാണുകയാണ്. അവിടെ അംറുൽ ബിൽ മാറൂഫ്, നന്മ കൽപ്പിക്കലും, വനഹിയുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കലും ബാധ്യതയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മാറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവിടെ തിന്മ കണ്ടിട്ട് നമ്മൾ മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതി' ഫബി ലിസാനിഹി വഇല്ലം യസ്തതി' ഫബി ഖൽബിഹി. കൈകൊണ്ട് തടുക്കണം, നാവുകൊണ്ട് തിരുത്തണം, ചുരുങ്ങിയ പക്ഷം മനസ്സുകൊണ്ട് വെറുക്കണം. എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ് കാണുന്നവൻ അതിൽ നിന്ന് അകലുക. ചെയ്യുന്നവൻ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഇത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പ്രതികരിക്കുക. ഇങ്ങനെ പാടുള്ളതല്ല. അത്തരമൊരാശയം ഈ ഒരു ഹദീസ് അറിയിക്കുന്നുമില്ല. ഈ മഹനീയമായ ഹദീസ് ഇസ്ലാം മേന്മ കൂട്ടുന്നതിനുള്ള ആശയത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പ്രതിഫലങ്ങളെ ഏറ്റി തരുന്ന പ്രവൃത്തി ബോധനമേകുന്നതുമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ഇസ്ലാം ആശ്ലേഷിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമാണ്. മൻജാ ബിൽ ഹസനത്തി ഫലഹു അഷ്റു അംസാലിഹ. അത് മുസ്ലിമായ ഓരോരുത്തരിനും ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമാണ്. തിന്മയാണ് എങ്കിൽ, തിന്മ ചെയ്താൽ ആ തിന്മയാണ് രേഖപ്പെടുത്തുക. തിന്മ ഭാവിച്ചാൽ കുറ്റം തിന്മയായി രേഖപ്പെടുത്തുകയില്ല. നന്മ ഉദ്ദേശിച്ചാൽ തന്നെ ഒരു നന്മയായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. പക്ഷേ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യങ്ങൾ ഒരാൾ പ്രാവർത്തികമാക്കിയാൽ അവിടെയാണ് ഹദീസിൽ കാണാം, ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു ഫകുല്ലു ഹസനത്തിൻ യഅമലുഹ തുക്തബു ബി അശ്രി അംസാലിഹ. ഇസ്ലാം ആശ്ലേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഇഹ്സാനിന് അവർക്ക് 10 ഇരട്ടി പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. തിരുദൂതർ പറഞ്ഞു, ഇലാ 700 ദഅഫിൻ, 700 ഇരട്ടി വരെ എഴുതുമെന്നുള്ളതാണ്. ഈ 700 ഇരട്ടി ചില പ്രാമാണികരുടെ വിവരണത്തിൽ ഇസ്ലാമിന് മേന്മ കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ മേന്മ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കമാല് വരും, ജമാല് വരും. അപ്പോൾ
കമാൽ പൂർണ്ണതയാണ്, ജമാൽ സൗന്ദര്യമാണ്, ഹുസ്ൻ മേന്മയും ഗുണവും നന്മയുമാണ്. അതിനനുസരിച്ച് പ്രതിഫലം ഏറി മേന്മ കൂട്ടുന്നതനുസരിച്ച് 700 ഇരട്ടി വരെ ഒക്കെ പ്രതിഫലം വരുന്ന ഒരു അനുഗ്രഹം അതാണ് ഒരു മുസ്ലിമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹദീസുകളുടെ തേട്ടങ്ങൾ ഗൗരവത്തിൽ കണ്ട് അതനുസരിച്ച് പ്രാവർത്തികമാക്കേണ്ടവരാണ് ഒരു മുസ്ലിം. പലപ്പോഴും പ്രശ്നങ്ങൾ നാമ്പെടുത്ത് അത് സങ്കീർണമാകുന്നത് അനാവശ്യമായിട്ടുള്ളതായ ഇടപെടലുകളും സംസാരങ്ങളുമാണ് എന്നുള്ളത് ഏവർക്കും അറിയാം. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലൊക്കെ വിഷയങ്ങളിലൊക്കെ പ്രയാസങ്ങളും വിഷമതകളും വന്ന് ചേരുന്നത് അനാവശ്യമായിട്ടുള്ള അനവസരങ്ങളിലുള്ള ഇടപെടലുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇമാം അൽ ഹസനുൽ ബസരി റഹിമഹുള്ള പറയാറുണ്ട്, മിൻ അലാമാത്തി അറാദിൽ ല അനിൽ അബ്ദ് അൻ യജ്അല ശുഗ്ലഹു ഫീമാ ലാ യഅനീഹ്. ഒരു ദാസനെ തൊട്ട് അള്ളാഹു തിരിഞ്ഞു കളയുക എന്നുള്ളത്, അള്ളാഹു അവനെ അവഗണിക്കുക എന്നുള്ളതിൻ്റെ അടയാളമാണ് തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ അവനെ വ്യാപൃതനാക്കുക എന്നുള്ള കാര്യം. അതൊരു ശിക്ഷ പോലെയാണ് ഇവിടെ ഉണർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയൊരു അളവുകോലും മാനദണ്ഡവുമാണ് ഈ ഒരു ഹദീസ് നൽകുന്നത്. ഹദീസിനെ കുറിച്ച് ഹദീസുൻ ഹസൻ എന്നാണ് ഇമാം നവവിയുടെ അനുബന്ധം വിധിയും. വറവാഹു തുർമുദിയു വഗൈറുഹു ഹാകദ. ഇമാം തുർമുദിയും മറ്റും ഈ ഹദീസിനെ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു എന്ന് അദ്ദേഹം അനുബന്ധമായി പറഞ്ഞു. ഈ ഹദീസ് ഹസൻ എന്ന് വിധിക്കാൻ കാരണം ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പുത്രൻ അലി സൈനുൽ ആബിദീൻ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ണിമുറിഞ്ഞ ഹദീസായിട്ടാണ് ഇത് ഉള്ളത്. പക്ഷേ ഈ ഹദീസിന് വേറെയും കുറേ റിപ്പോർട്ടുകൾ ബലപ്പെടുത്തും വിധമുള്ളതിനാലാണ് ഇതിനെ ഹദീസുൻ ഹസൻ എന്ന പരിഗണനയിൽ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടത്. ഈ ഹദീസ് അലി ഇബ്നു അബി താലിബിൽ നിവേദനമുണ്ട്. അബൂദർ അൽ ഗിഫാരി, അൽ ഹാരിസ് ഇബ്നു ഹിഷാം, സെയ്ദ് ഇബ്നു സാബിത്ത് തുടങ്ങി പല സഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹുവിൻ്റെ നിവേദനമാണ് നമ്മളിവിടെ വായിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വറവാഹു തുർമുദിയു വഗൈറുഹു ഹാകദ, ഇമാം തുർമുദിയും മറ്റും ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളിലേക്കുള്ള സൂചനയാണത്. ഹദീസ് തെളിവിന് യോഗ്യവും കുറ്റമറ്റതും ആശയഗാംഭീര്യവും അർത്ഥസമ്പുഷ്ടവും പൊരുളുകളും യുക്തികളും ഏറെയുള്ളതുമായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ഹദീസുമായി അടുത്ത ക്ലാസ്സിൽ സന്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് ഏവർക്കും യഥാവിധം ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.